പുതിയ സൂപ്പർമാൻ സിനിമ ഗസയെക്കുറിച്ചാണോ ഫലസ്തീനെക്കുറിച്ചാണോ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. കാരണം സിനിമ ആരംഭിക്കുന്ന നിമിഷം മുതൽ സൂചനകൾക്കൊരു പഞ്ഞവുമില്ല. ആദ്യമേ ഒരു യുദ്ധമാണ് കാണിക്കുന്നത്. സാങ്കല്പികമായ രാജ്യങ്ങൾക്കിടയിൽ, ഒന്ന് ബൊറാവിയ, രണ്ട് ജർഹാൻപൂർ. പ്രതിനിധാനം പ്രധാനമാണ്. ബൊറാവിയ സമ്പന്നരുടെ വെള്ളക്കാരായ ആളുകളുടെ രാജ്യമാണ്. യുഎസിന്റെ പിന്തുണയോടെ അവർ ദരിദ്രരായ തവിട്ട് നിറമുള്ള ആൾക്കാർ താമസിക്കുന്ന ജർഹാൻപൂരിനെ ആക്രമിക്കുന്നു, ഉപരോധിക്കുന്നു. ഇത് പരിചിതമായി തോന്നുന്നുണ്ടോ? ജർഹാൻപൂർ ആക്രമിക്കുന്നതിൽ നിന്ന് സൂപ്പർമാൻ ബൊറാവിയയെ തടയുന്നത് കാണിച്ചാണ് ചിത്രം ആരംഭിക്കുന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള സൈനിക ആക്രമണം നിർത്തിയ അദ്ദേഹത്തോട് പ്രതിരോധ സെക്രട്ടറി പറയുന്നത്, നിങ്ങൾ അതിര് കടന്നു എന്നാണ്. സൂപ്പർമാന്റെ മറുപടി, ഞാനൊരു യുദ്ധം നിർത്തിയിരിക്കുന്നു, ബൂം. അതാണ് ടൂൺ. ഇനി ഇവിടെയാണ് കാര്യങ്ങൾ പ്രകടമാകുന്നത്. ഒരു വശത്ത് ബൊറാവിയൻ ടാങ്കുകൾ ഉരുളുന്നു, മറുവശത്ത് ജർഹാൻപൂരിൽ ആളുകൾ കാൽനടയായി ഓടുന്നു. അവിടെ പൊടി നിറഞ്ഞ റോഡുകൾ, അഭയാർത്ഥികളായ ജനക്കൂട്ടം, അവശേഷിച്ച പ്രതീക്ഷയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുട്ടികൾ. അതിർത്തിയിലോ ഒരു വശത്ത് റൈഫിളുകളും കവചിത വാഹനങ്ങളും ശരീര കവചങ്ങളുമുള്ള ബൊറാവിയയുടെ പട്ടാളക്കാർ, മറുവശത്ത് വടികളും കല്ലുകളുമായി അവരെ നേരിടുന്ന സാധാരണക്കാർ. സ്വാഭാവികമായി നിങ്ങൾക്ക് ഇത് മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് തോന്നും. ഫലസ്തീൻ വിഷയത്തിലുള്ള ദൈനംദിന ന്യൂസ് കവറേജുകളിൽ നാം കാണാതെ പോകുന്നതല്ല ഇതൊന്നും. ഇത് വെറും യാദൃശ്ചികതയല്ലെന്ന് സോഷ്യൽ മീഡിയ നിരൂപകർ ഒത്തൊരുമയോടെ പറയുന്നു. ഇത് ഇസ്രായേലിന്റെയും ഫലസ്തീനിന്റെയും നേർ കണ്ണാടിയാണ്. സമാന്തരങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. ബൊറാവിയ നടത്തുന്നത് കേവലം യുദ്ധം മാത്രമല്ല, കൃത്യമായി പറയുകയാണ് എങ്കിൽ അവർ കുടിയേറ്റത്തിലൂടെ ഭൂമി പിടിച്ചെടുക്കുന്ന സെറ്റ്ലർ കൊളോണിയലിസം നടപ്പാക്കുകയാണ്. ഇതിന് ഇസ്രായേൽ പോലെ വേറെ ഏത് ഉദാഹരണമുണ്ട്? അവർക്ക് ഭൂമി, വാതകം, എണ്ണ എന്നിവ വേണം. അവർ അത് മറച്ചു വെക്കുന്നില്ല. ഒരു രംഗത്തിൽ നെതന്യാഹുവിനെ പോലെ തോന്നിക്കുന്ന ബൊറാവിയൻ നേതാവ് വാസിൽ ഗ്ലാർക്കോസ് പ്രഖ്യാപിക്കുന്നുണ്ട്, നമ്മൾ ഭൂമി ഏറ്റെടുക്കും, സമ്പത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൈമാറും, ബാക്കിയുള്ളത് ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിൽക്കും. ഗസയെ റിയൽ എസ്റ്റേറ്റ് പ്രദേശമായി കണ്ട് വികസിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരുപാട് ആളുകളെ അത് ഓർമ്മിപ്പിക്കുന്നില്ലേ? പിന്നെയും പല സംഭാഷണങ്ങളുമുണ്ട് നമുക്ക് വളരെ പരിചിതമായി തോന്നുന്നത്. ബൊറാവിയയുടെ ആക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഒരു സൈനിക ജനറൽ കഥാപാത്രം പറയുന്നുണ്ട്, ജർഹാൻപൂർ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് ഭീഷണിയാകാം. ആ വരി അത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് ഗസയെ ബോംബിടുന്നതിന് ന്യായീകരിക്കാൻ, അവിടെ അടിച്ചേൽപ്പിക്കുന്ന എല്ലാ വിവേചനങ്ങളെയും ന്യായീകരിക്കാൻ. എന്നും ഇസ്രായേൽ ഉപയോഗിച്ചു വരുന്ന വരികളാണത്. സിനിമ ഇസ്രായേലിന്റെ പേര് പറയുന്നില്ല, ബൊറാവിയയെ ഇസ്രായേലുമായി കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യാതെ തന്നെ സിനിമയിലെ ഈ ദൃശ്യങ്ങൾ ഏറെ സംസാരിക്കുന്നുണ്ട്. അതിലെ സംഭാഷണങ്ങൾ സൂചന നൽകുന്നുണ്ട്. ബൊറാവിയയും ജർഹാൻപൂരും സൂപ്പർമാൻ കോമിക്സിൽ പുതിയതായി ഉണ്ടായതല്ല, അത് മുമ്പേ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അത് ഇത്രയും ലോഡഡ് ആയ നിലയിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ വിഷയത്തെ സൂചിപ്പിക്കുന്ന വിധം ഇതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇനി യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. ഈ സിനിമ അത് അവതരിപ്പിക്കുന്ന പ്രമേയങ്ങളായ കുടിയേറ്റ കൊളോണിയലിസം, സെറ്റ്ലർ കൊളോണിയലിസം, സൈനിക അധിനിവേശം, വംശഹത്യ എന്നിവയെ അഭിസംബോധന ചെയ്യാൻ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കുറച്ച് മരുഭൂമി രംഗങ്ങളും സ്ലോ മോഷൻ യുദ്ധ ഷോട്ടുകൾക്കും അപ്പുറം വളരെ ആഴത്തിൽ പോകേണ്ടി വരുമെന്നും കൂടി നാം സൂചിപ്പിക്കണം. കാരണം നമുക്ക് സത്യം പറയാം, യഥാർത്ഥ ലോകത്ത് സിനിമയിൽ കാണുന്നത് പോലെ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള ഒരു പത്രമോ ഒരു മുഖ്യധാര വാർത്താ ശൃംഖലയോ അന്യരുടെ ഭൂമി ആക്രമിച്ച് പിടിച്ചെടുക്കാൻ ഗൂഢാലോചന നടത്തുന്ന, വംശഹത്യ നടത്തുന്ന യുഎസ് പിന്തുണയുള്ള ഒരു ഭരണകൂടത്തെ ഇതിൽ കാണുന്ന വിധം തുടർന്നു കാട്ടാൻ തയ്യാറാവുമെന്ന് നാം കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അധികാരം പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല എന്ന് നമുക്ക് പച്ചയായി കാണിച്ചു തന്ന കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനുഭവത്തിൽ തന്നെ നാം അറിഞ്ഞതാണത്. അവർ ആ വാർത്തയെ മൂടി വയ്ക്കും, വളച്ചൊടിക്കും. തീർച്ച. ബൊറാവിയ സ്വയം പ്രതിരോധിക്കുന്നുവെന്ന് അവർ പറയും. അവർ ജർഹാൻപൂരുകാരെ ഒരുപക്ഷെ ഭീകരർ എന്ന് മുദ്രകുത്തും. വംശീയ ഉന്മൂലനത്തെ വെള്ളപൂശാൻ അതിനെ ഒരു സ്വാഭാവികമായ സൈനിക നടപടിയെന്ന് വിളിക്കുകയും ചെയ്യും. അതാണ് സൂപ്പർമാൻ എന്ന ഫാന്റസിയെ മുമ്പ് സൂചിപ്പിച്ച വിഷ്വലുകൾക്കപ്പുറം പൊള്ളയാക്കി തീർക്കുന്നത്. ഫലസ്തീനികൾ മുഖം മൂടി ധരിച്ച സൂപ്പർ ഹീറോകൾ ഓടിയെത്തി തങ്ങളെ രക്ഷിക്കുമെന്ന് ഏതായാലും കരുതുന്നില്ല. അവർ കാത്തിരിക്കുന്നുമില്ല, അവർക്കതിന് കഴിയില്ല. പത്രപ്രവർത്തകൻ ജോ ഗിൽ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ നായകന്മാർ അവിടെ എല്ലാം പണയപ്പെടുത്തി അവശിഷ്ടങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന ഡോക്ടർമാരാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാൻ വേണ്ടി മാത്രം
വ്യോമാക്രമണം നേരിടുന്ന സന്നദ്ധ പ്രവർത്തകരാണ്. അധിനിവേശത്തിനും വർണ്ണ വിവേചനത്തിനും വംശഹത്യക്കുമെതിരായി ലോകമെമ്പാടുമുള്ള തെരുവുകളിൽ നിറയുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരാണ്, പ്രതിഷേധക്കാരാണ്. അവരാണ് തീർച്ചയായും യഥാർത്ഥമായ സൂപ്പർ ഹീറോസ്.